ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം പറയുന്ന ഒരു സിനിമയല്ല. ഉം. തങ്കമണി സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട തീർത്തും ഫിക്ഷണലായ ഒരു സിനിമയാണ്. ഉം. അതുകൊണ്ട് തന്നെ ഈ തങ്കമണി സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ പ്രതീക്ഷിക്കരുത്. ഉം. അതിൽ ഞാൻ മുമ്പ് നമ്മൾ തമ്മിൽ പേഴ്സണലി സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്തം വിട്ടുപോയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട്. അതെ. പലതും വാസ്തവമായി ഒരു ബന്ധവുമില്ലാത്ത സംഗതികളാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു ഗ്രാമം മുഴുവൻ ബലാത്സംഗം ചെയ്തപ്പെട്ട സംഭവം എന്നൊക്കെയാണ്. പുലബന്ധം പോലും ഇല്ലാത്ത സംഭവമാണ്. ഉം. അതേസമയം അവിടെ പോലീസ് അട്രോസിറ്റി നടന്നിട്ടുണ്ട്, ഒരുപാട് പേര് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രാമം ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ ട്രോമ നമ്മുടെ സിനിമയിലുണ്ട്. ഉം. അതിനപ്പുറത്തേക്ക് ജയൻ്റായ ആയിരക്കണക്കിന് പോലീസുകാർ വന്ന് നൂറുകണക്കിന് വീടുകളിൽ കയറുന്ന തരത്തിലുള്ള വിഷ്വൽ ട്രീറ്റോ അതൊന്നും അല്ല നമ്മുടെ സിനിമ. നമ്മുടെ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. ഉം. ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമയാണ് നമ്മുടെ സിനിമ. ഉം. ഇതിനോടൊക്കെ പേര് റിവീൽ ആയിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രത്തിൻ്റെ. ആബേൽ ജോഷുവ മാത്രം എന്നാണ് ദിലീപേട്ടൻ അവതരിപ്പിക്കുന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഉം. ആബേൽ ജോഷുവ മാത്രൻ്റെ കുടുംബമാണ് നമ്മുടെ സിനിമയുടെ നട്ടെല്ല്. ഉം. അയാളുടെ കുടുംബജീവിതമാണ് നമ്മൾ സിനിമ പറയുന്നത്. ഉം. അയാളുടെ ചുറ്റുപാടുമുള്ള ആ നാട്, ഈ കഥാപാത്രത്തിൻ്റെ കുടുംബം, ഉം. മറ്റെല്ലാ വീടുകളിലേക്കും ഒരു അല പോലെ വന്നു കയറിയ തങ്കമണി സംഭവം ഈ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഉം. ഇതാണ് ശരിക്കും തങ്കമണി സിനിമ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം പറയുന്ന ഒരു സംഗതിയല്ല നമ്മുടെ സിനിമ. ഈ വർത്താനം പറയാനുള്ള മിടുക്കുള്ള ഒരാളാണ് രതീഷ്. അത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. ദിലീപേട്ടൻ അടിച്ചു വീഴ്ത്തണം, അതിനൊരു സ്കില്ല് വേണം. ദിലീപേട്ടൻ ഫസ്റ്റിൽ തന്നെ കഥ പറയുമ്പോൾ തന്നെ വീഴുന്നതാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ദിലീപേട്ടനെ വീഴ്ത്തി? ദിലീപേട്ടൻ എന്നല്ല, ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് അടിച്ചു വീഴ്ത്താൻ പറ്റൂല. വർത്തമാനം പറഞ്ഞ് അടിച്ചു വീഴ്ത്താൻ പറ്റില്ല. കാരണം ദേ ആർ ലെജൻഡ്സ്, എല്ലാം കണ്ടിട്ടുള്ളവർ, ദേ ആർ വെൽ എക്സ്പീരിയൻസ്ഡ്. ദിലീപേട്ടൻ 30 വർഷത്തെ ആക്ടർ എന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 10 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്ത ആളാണ്. അപ്പോൾ പിന്നെ സിനിമയുടെ നുക്ക് ആൻഡ് കോർണർ അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരു രീതിയിലും അങ്ങനെ ദിലീപേട്ടൻ എന്നല്ല, നമ്മുടെ ഇവിടെയുള്ള മുൻനിര ആർട്ടിസ്റ്റുകളെ ഒന്നും അങ്ങനെ വർത്തമാനം പറഞ്ഞ് വീഴ്ത്താനൊന്നും പറ്റില്ല. അവർക്ക് അറിയാം ഒരാൾ വന്നിരുന്ന് പറയുമ്പോൾ. ഉടൽ കണ്ട് ഇഷ്ടപ്പെട്ട് ദിലീപേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നല്ല പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയുകയും ഞങ്ങൾ ഇരിക്കുകയും ഞാൻ ഈ തങ്കമണി സംഭവം പറയുകയും ഒരു 5 മിനിറ്റ് കൊണ്ടൊരു സംഗതി പറയുകയും ചെയ്തതാണ്. അപ്പം തന്നെ സിനിമ പുള്ളി ഇഷ്ടപ്പെട്ടു. തിരക്കഥ കേൾക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇമ്മീഡിയറ്റ് സിനിമ തുടങ്ങേണ്ടി വന്നതുകൊണ്ട് അത് തിരക്കഥ കേൾക്കാൻ പറ്റിയില്ല. പൂർണ്ണമായ തിരക്കഥ അദ്ദേഹം കേൾക്കുന്ന ഷൂട്ടിൻ്റെ തലേ ദിവസമാണ്. പിന്നീട് ദിലീപേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. തിരക്കഥ പൂർണ്ണമായി പലതവണ വായിച്ച് കേട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ അറിവുകളും കൂടി അതിലേക്ക് വന്ന് പൂർണ്ണ തൃപ്തിയിലെത്താതെ അദ്ദേഹം പലപ്പോഴും സിനിമ ചെയ്യാറില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഈ പുതിയൊരാൾ ആയിട്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നത്. ബാക്കി എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ എടുത്താൽ മലയാള സിനിമയിലെ ലെജൻസിനൊപ്പം, ഏറെക്കുറെ എല്ലാ ലെജൻസിനുമൊപ്പം, അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന എല്ലാ ലെജൻസിനുമൊപ്പം ചെയ്ത ആളാണ്. താരതമ്യേന പുതിയ ആളുകളുമായിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാനുമായിട്ടാണെന്നാണ് തോന്നുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞ കഥയുടെയും ഞാൻ പറഞ്ഞ തിരക്കഥയുടെയും ക്വാളിറ്റി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടെന്ന് ഉടലിൻ്റെ സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. തങ്കമണിയെ കുറിച്ച് മുൻപ് ചോദിച്ചപ്പോഴും നന്നായിരിക്കുമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സത്യത്തിൽ എന്താ പറയാനുള്ളത്? കുഴപ്പമില്ലായിരിക്കും. തൃപ്തനല്ലേ ശരിക്കും? വർക്ക് കഴിയും സോ ഹാപ്പി, സൂപ്പർ കോൺഫിഡൻറ്റ്. ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അത് തിരക്കഥയാക്കി മാറ്റുമ്പോൾ എങ്ങനെ നമ്മൾ സിനിമയായി ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു അത് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതെല്ലായ്പ്പോഴും പറ്റണം എന്നില്ല. നമ്മൾ കഥ ആലോചിച്ച് തിരക്കഥയിലേക്ക് വരുമ്പോൾ ആ കഥ അതിൻ്റെ പൂർണ്ണമായ ഇൻറ്റൻസിറ്റിയോടെ തിരക്കഥയിലേക്ക് വരണം എന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന താരങ്ങൾ, ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലേക്ക് വരണം എന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിൽ പെർഫോം ചെയ്യണം എന്നില്ല. മറ്റെന്തെല്ലാം ഏതൊരു ഘട്ടത്തിലും സിനിമ പാളിപ്പോകാം. ഏതൊരു ഘട്ടത്തിലും ഹാപ്പിയാണ്. ഇതിനകത്ത് ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന സമയത്തൊരു മനസ്സിനകത്തൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടുക്കിയിലെ സംഭവമാണ്. അപ്പോൾ ഇടുക്കിക്കാർക്കൊരു പ്രത്യേകത ഉണ്ടാവും. അവരുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ വാച്ച് ചെയ്തിട്ടാണ്, കാരണം അതിന് ഒരുപാട് റിസർച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് സെലക്ട് ചെയ്തത്. ഈ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയാൻ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണത് കണ്ടെത്തി എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന പാടാണ്. അപ്പോൾ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതെന്ന് പറയും. ഞാനൊരു മലയോര ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്.
തങ്കമണി ഒരു മലയോര ഗ്രാമമാണ്. ഞാൻ ഒരുപാട് കാലം അവിടെ താമസിക്കുകയും അവിടെ താമസിച്ച് തിരക്കഥ എഴുതുകയും കുറേ കാലം അവിടെ താമസിച്ച് റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ്. ഒരു മലയോര ഗ്രാമത്തിലെ ആളുകൾ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് ജന്മനാ എനിക്കറിയാം. ഞാൻ അങ്ങനെ പെരുമാറുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. തങ്കമണിയിലെ താമസവും കട്ടപ്പനയിലും പരിസരത്തെ താമസം, അവരുമായിട്ട് ഇടപഴകുന്ന അതൊക്കെ കൊണ്ട് ഇവരെങ്ങനെയായിരിക്കും എന്നറിയാം. പിന്നെ സദാ നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രീറ്റ് കാസ്റ്റിംഗ് നടക്കുമല്ലോ. സിനിമകൾ കാണുമ്പോൾ മറ്റ് പലതും കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംഗതി നടക്കും. ഇയാൾ കൊള്ളാം. അപ്പോൾ എഴുതി വരുമ്പോൾ കഥാപാത്രങ്ങൾ തെളിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 1-2 ഓപ്ഷൻസ് അപ്പം തന്നെ വരാറുണ്ട്. ഒരു കഥാപാത്രം എഴുതി വരുമ്പോൾ, ഇപ്പോൾ ഇതിനകത്ത് ഒരു തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം എഴുതി വരുമ്പോൾ ആ കഥാപാത്രം എഴുതി വരുമ്പോൾ തെളിയുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരാൾ വരും, അയാൾ കൊള്ളാം, അയാൾക്ക് ഇങ്ങനെ നമ്മുടെ തങ്കച്ചൻ്റെ മാനസങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെയാണത് നടക്കുന്നത്. അല്ലെങ്കിൽ പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഇവരെ ഇന്ന ആളുകളെ കൊണ്ടുവരണമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ശരിയായി നടക്കുള്ളൂ, ശരിയായ പ്രോസസ്സ് അതാണ്. ഞാൻ പരിമിതമായ അനുഭവമേ ഉള്ളൂ എനിക്ക് സിനിമയ്ക്ക്. 2ാമത്തെ സിനിമ കഴിയുന്നേ ഉള്ളൂ. കാസ്റ്റിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അവിടെ പാളിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഓഫ് ദ ഡേ നമ്മൾ ആഗ്രഹിച്ച ഒരു സിനിമ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. തങ്കമണി നമുക്ക് കൂടുതൽ പറയേണ്ടതുണ്ട്. പക്ഷെ ഉടൽ സംസാരിക്കുന്ന സമയത്ത് ഉടലിൻ്റെ രാഷ്ട്രീയം ആ സിനിമ ഉയർത്തുന്നുണ്ട്. സന്യസിക്കാൻ പോവേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സന്യസിക്കാൻ പോവേണ്ടവർക്ക് സന്യസിക്കാൻ പോവാം. ആ ഉടലിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതെന്ന് അവരുടെ തീരുമാനം. പക്ഷേ ഉടലിൻ്റെ ചില ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ നമ്മൾ സമർത്ഥമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ തിരിച്ചടിക്കും. അത് നമ്മൾ ഈ പറയുന്ന ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സംസ്കാരം എന്നൊക്കെ പറയുന്ന സംവിധാനത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഉടലിനെ ഒതുക്കുക എന്ന് പറയുന്ന പാടാണ്. ഈ ഉടലിൻ്റെ രാഷ്ട്രീയം വൃത്തിയായി പറയുന്നുണ്ട്. അതിനകത്ത് ദുർഗ ചെയ്തിട്ടുള്ള ഷൈനി എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഷൈനി മാത്രമല്ല, ചുറ്റും നിൽക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഉടലിനെ നോക്കിക്കാണുന്നത് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച്. പക്ഷേ ഉടലിൻ്റെ ചില ആവശ്യങ്ങൾ നിവർത്തീകരിക്കാൻ വേണ്ടി ഷൈനി പെടുന്നൊരു പാടുണ്ട്, പെടാപ്പാടാണ്. ശരിക്കും അത് ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഈ കാര്യം ഞാൻ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഈ നിലയിലേക്ക് ഒരു ചോദ്യം എൻ്റെ നേരെ വരുന്നത്. യഥാർത്ഥത്തിൽ ഉടൽ വലിയ സക്സസ് ആണ്, എല്ലാവർക്കും അറിയാം, ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ കണ്ടു, സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ ഫിഗറുകളൊക്കെ നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ് വെച്ചിട്ട് ഇമാജിൻ ചെയ്യാൻ വയ്യാത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ വലിയ റെസ്പോൺസ് ഉണ്ടാക്കിയ സിനിമയാണ്. അതിൻ്റെ എടുത്ത രീതിയെക്കുറിച്ചൊക്കെ വലിയ അഭിനന്ദനങ്ങളൊക്കെ കിട്ടിയ സിനിമയാണ്. പക്ഷേ ഉടൽ അർഹിച്ച രീതിയിൽ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്നിൽ വലിയ നിരാശ ഉണ്ടാക്കി. ആ നിരാശ എനിക്ക് എപ്പോഴും ഉണ്ട്. ഈ പറയുന്ന സെക്സോ ഈ പറയുന്ന വയലൻസോ ഒന്നുമല്ല ഉടലെന്ന സിനിമ ഒരു ഗൗരവമുള്ള ചർച്ചയ്ക്ക് വഴി തുറക്കേണ്ടതെന്ന് ഞാൻ ആ സിനിമ ചെയ്യുമ്പോഴും വിചാരിച്ചിരുന്നു, സിനിമയ്ക്ക് ശേഷവും വിചാരിച്ചിരുന്നു. പിന്നെ ഒരു പേഴ്സണൽ PR-നോ അല്ലെങ്കിൽ ഫിലിം വൈസ് ഒരു PR-നോ ശ്രമിക്കാത്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഒരിടത്തും ഞാൻ അങ്ങോട്ട് ഈ കാര്യം പുഷ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയൊരു കാര്യം ഒരു സോ കോൾഡ് ഫെമിനിസ്റ്റ് എന്ന് വാദിക്കുന്ന ഒരു നടി, അത്ര മുൻനിരയിലല്ലാത്ത ഒരു നടി, ഉടലെന്ന സിനിമ കണ്ടിട്ട് ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങൾ വളരെ മോശമായിട്ട് ഉള്ള ഒരു റിവ്യൂ സ്വഭാവത്തിലുള്ളതായിരുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, ഇത്രയും മോശമായി ചിത്രീകരിച്ച ഒരു സിനിമ കണ്ടിട്ടില്ല, ഇത്രയും സ്ത്രീയെ വൾഗറാക്കി കാണിച്ചൊരു സിനിമ കണ്ടിട്ടില്ല എന്നുള്ളത് അവർക്ക് ആ രീതിയിൽ ആ സിനിമ കാണാൻ പറ്റുള്ളൂ. ആലോചിക്കണം, അവരൊരു അഭിനേത്രിയാണ്, അവരൊരു ഫെമിനിസ്റ്റ് എന്ന് വാദിക്കുന്ന ആളാണ്, എന്നിട്ട് പോലും ഷൈനിയെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. അതിലെനിക്ക് ഭയങ്കര നിരാശ തോന്നിയിരുന്നു. ഇത് നമ്മുടെ സംസ്കാരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവനവൻ്റെ മെൻ്റൽ സ്റ്റേറ്റാണ് ഇതിൻ്റെ ഒരു ഘടകം. ഓരോ സാഹചര്യങ്ങളോടും ഓരോരുത്തർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ കാര്യം. യഥാർത്ഥത്തിൽ ഷൈനി ആ സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രമാണോ? ഒരിക്കലുമല്ല. ഇതൊരു ഷൈനിയുടെ കഥയാണോ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ വീട്ടമ്മമാരിൽ ഒരു 80% ആളുകളും ഏതെങ്കിലും ഒരു വിധത്തിൽ ഭർത്തൃ വീട്ടിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നവരാണ്. അവർക്ക് പൂർണ്ണമായ സന്തോഷം ആസ്വദിച്ചും അവരുടെ പൂർണ്ണമായ സ്പേസിലും അവർക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരിൽ ഒരാളാണ് ഷൈനി. ഭർത്താവ് ശാരീരികമായി പരിഗണിക്കാത്തതിനെ കുറിച്ചല്ല പറയുന്നത്, ഇതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. കേരളത്തിലെ 80% സ്ത്രീ വീട്ടമ്മമാരും പിന്നെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാവരും വ്യക്തികളാണ്.
നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ളൊരു സ്പേസാണ് ആദ്യം ഒരാൾക്ക് ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സ്ത്രീകൾക്ക് എത്രത്തോളം അത് സാധ്യമാകുന്നുണ്ട്, പ്രത്യേകിച്ച് ഭർത്തൃ വീട്ടിൽ. ഇതാണ് ഇതിൻ്റെ കോർ.